guys, so now I'm gonna react on Mohanlal birthday special mashup by MJ Cuts. So before I start, hello and I'm Manali Naika. Welcome to my channel नखरे वाली मोना. और अगर आपने मुझे अभी तक सब्सक्राइब नहीं किया होगा तो प्लीज टू सब्सक्राइब माय चैनल. So let's go. I have the answer. Kilometers and kilometers. You talk too much. I'll kick your face and get out. ആരാണ് നിങ്ങൾ? അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. പേര് മോഹൻലാൽ. സവാരി ഗിരിഗിരി തോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് പിടിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് തോറ്റേനാ. തീപ്പെട്ടിയില്ല, വെപ്രാളം കാണിക്കാതെ ചുമ്മാ. മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ലാൽ വില്ലനായിട്ട് അഭിനയിക്കേണ്ട ആളല്ല, തീർച്ചയായിട്ടും ഹീറോ ആവേണ്ട ഒരാളാണെന്ന്. കാര്യം അതിനകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ആയിരുന്നു. ഈ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന സാധനം അത് എക്സ്പ്ലോയിറ്റ് ആയ തീർച്ചയായിട്ടും മോഹൻലാൽ വിൽ ബി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഹീറോസ്. മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്ത 4 പേരിൽ ഒരാളാണ്. അതിന് ഏറ്റവും കുറഞ്ഞ മാർക്ക് കൊടുത്ത ആൾ കൂടിയാണ്. വിധിയുടെ വലിയൊരു വിളയാട്ടം പോലെ അദ്ദേഹത്തിലെ ആദ്യത്തെ 2 ദേശീയ അവാർഡുകളും എൻ്റെ സിനിമകളോട് കിട്ടിയെന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. I remember once when I was talking to Mohanlal when we were doing Iruvar. I mean, I've always been amazed at this man, you know. I mean, where doing in Malayalam films is the scripts are written last minute and scenes are still coming. He still gets one beautiful thread of a character. അപ്പോൾ കമൽദളം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രംഗത്ത് ഇയാള് കഥക്കും കുച്ചിപ്പുടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും എല്ലാം ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഇത് മുഴുവൻ കഷ്ടപ്പെട്ടു പഠിച്ച് അത് വൃത്തിയായി പെർഫോം ചെയ്തു. ലാൽ അത്ഭുതപ്പെട്ടു ഞാൻ. അദ്ദേഹം ഒരു അവതാരമാണ്. When you see him on screen, there's a magic. There will be a day every Indian will realize that India has only one religion. That's patriotism. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും. ചുമ്മാതല്ല, ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. നിൽക്കാനാവുമ്പോ പറയണം, നമുക്ക് ഒന്നോടൊന്ന് മുട്ടണ്ടേ. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. നമുക്കെല്ലാം പ്രിയങ്കരനായ മോഹൻലാൽ സംവിധായകനാകുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു രാജ്യാന്തര ശ്രദ്ധ നേടാൻ പോകുന്ന സിനിമയാണ്. ഞാൻ പുതിയ വേഷത്തിലാണ്. സാറൊക്കെ വേറെ ലെവലാ സാറേ. എല്ലാവർക്കും സാറിന് ഭയങ്കര ഇഷ്ടമാണ്. Life is nothing but a celebration of event. ചിലപ്പോൾ ഞാൻ 1-2 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഞാൻ സിനിമാഭിനയം പോലും മതിയാക്കിയെന്ന് വരുമെന്ന് താങ്കൾ പറയുമ്പോൾ ഞെട്ടിപ്പോവും മലയാള സിനിമ. ചുമ്മാ നമ്മളിവിടെ ഈ റോള് കളിക്കാൻ വന്നിട്ട് 10-25 കൊല്ലായി പോയ. അപ്പൊ താൻ കുറെ നാളിവിടെ ഉണ്ടാക്കും.
ലാലിന്റെ ജന്മദിനമാണ്. എൻ്റെ സുഹൃത്തും സഹോദരനും എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തോ വൈകാരികമായി ഞങ്ങൾ അടുത്തിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായി ഞങ്ങൾ അടുപ്പിച്ചിട്ടുള്ള ഒരുപാട് ഘടകങ്ങളാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയും എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയും എൻ്റെ എല്ലാമായ മമ്മൂട്ടിക്ക. MJ Cuts. Must say, what a beautiful edit. And of course, when I had reacted last year on his mashup, and I was totally shocked, him performing so many different kind of roles with such a perfection, and I was like, what? And he's done 350 plus movies, 20 plus awards, national awards, right? If I'm wrong to correct. And wow, he's director. Okay, so he's directing a movie. Is it released already, or will it release sooner? Because that was like a ghost who protects the gold or something like that. Yeah, so it was like that. So I am totally excited because his movies are like which comes with a very good concept, story, and which will keep you stunned totally. Okay, so I was just totally waiting for so much of his movie, but that didn't get released in Hindi language. So my god, I really wanted to watch his movie in Hindi language, but those movies which recently got released didn't release in Hindi language. Yes, I know that we do have subtitles, but I wanted to enjoy with the full feel and everything, so that's the reason I was waiting this to get released in Hindi language. But my god, he is rocking at this age as well, because look at his acting and everything, and so many different kind of roles. I am like, wow. So the friendship is so sweet, which shows that you are such a sweet person by heart, actually. And there was a sentence which I read was he decided to leave industry at some point. Is it? Oh my god, no, not at all. Please don't leave industry, because we literally want talented people like him, because we love to watch his movies like anything. My god, you guys told me last year that he have played so many different roles. I guess you have mentioned like Dr. Babasaheb Ambedkar role as well, and I was finding any of the scene related to that movie on YouTube, but I didn't find that scene anywhere, because I literally wanted to react on that scene, because I wanted to see the scene, the perfection and everything. And I know, of course, he must have did it with lots and lots of perfection, but I simply wanted to watch the expression and everything, which I had only watched some few seconds last year in last mashup. So that's the reason. So if you want more of Mohanlal sir's video, do like this video as much as you can and share, because on your views I get to know what my audience love to watch and what not. So if I get a very good response on this video, I'll be sooner coming up with any of your video reaction requests which you have mentioned in the comment section below. I'll soon come up with it. So please support, please love my channel as much as you can, and subscribe, share, comment and everything. So I come up with videos every day, so don't forget to like, share, subscribe and drop a comment in the comment section below. Baki, parat mi alex.